ഞാൻ മാതാവിന്റെ രൂപത്തിന് മുന്നിൽ ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഒന്നും വരത്തില്ലേ, ഇത് എന്നെ കാത്തോണേ എന്ന് പറഞ്ഞു. അന്നേരം എന്റെ മനസ്സിൽ ഇങ്ങനെ ആരോ ഇങ്ങനെ പറയും പോലെ തോന്നി, വെച്ചോണ്ടിരിക്കുന്ന കൊണ്ട് കളഞ്ഞേരെ. പിന്നെ തിരിച്ചു വന്നിട്ട് കുളമ്പടി പുതുക്കിക്കോണോന്ന് പറഞ്ഞു എന്റെ മനസ്സിൽ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ഒക്ടോബർ 21 എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു, ചെറിയ സർജറി ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്റെ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇടത് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഇപ്പോഴൊന്നും കണ്ടുപിടിച്ചല്ല, 7 വർഷത്തെ പഴക്കം ഉണ്ട് ആ മുഴയ്ക്ക്. 7 വർഷമായിട്ട് എന്റെ ബ്രസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു മുഴയുടെ സർജറി ആയിരുന്നു കഴിഞ്ഞ മാസം. അപ്പൊ അത് ഞാൻ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ മൂത്ത കുഞ്ഞിന് 8 വയസ്സായി. അവർക്ക് 1 വയസ്സുള്ള സമയത്ത് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണ സമയത്താണ് ഞാനിത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് പുറത്തോട്ടൊന്നും കാണാൻ പറ്റത്തില്ല. നന്നായിട്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അകത്തോട്ടാണ് ഈ മുഴ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പൊ ചെറുതായിരുന്നു, ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അത് മൂവ് ചെയ്യുന്നതായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉള്ളതുപോലെ ഞാനത് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ അടുത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു, ഗൈനക്കിലാണ് കാണിച്ചത്. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ മേഡം പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോ അത് ഫൈബ്രോ അഡിനോമ എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടാണ് വന്നത്. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, പേടിക്കണ്ട, നോൺ ക്യാൻസറസ് ആണ്, പേടിക്കാൻ ഒന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിപ്പോ എടുത്ത് കളയണ്ട എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് വേണേ കളയാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വലിപ്പ വ്യത്യാസം എന്തെങ്കിലും വരുവാണെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഗുളിയൊക്കെ തന്നു വിട്ടു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ അതിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മറന്നുപോയി. എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ സ്കാൻ റിപ്പോർട്ടിൽ കാണിച്ചു. അപ്പൊ പിന്നെ ഞാൻ അങ്ങ് ടെൻഷനൊക്കെ മാറി ഞാനങ്ങ് മറന്നുപോയി. ഒരു 3 വർഷം എന്റെ ഫീഡിങ്ങൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് ഞങ്ങൾ നാട്. ഇപ്പം പത്തനംതിട്ടയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ വന്ന് എനിക്കൊന്ന് 1 വർഷമൊക്കെ ആയ സമയത്ത് പിന്നെ ഞാൻ ഈ സെൽഫ് എക്സാമിനേഷൻ ചെയ്ത സമയത്ത് പിന്നെ എന്റെ കൈ തട്ടി. അപ്പൊ ഞാൻ വെച്ചാൽ ഇത് പോയില്ലേ. എന്റെ വിചാരം തന്നെ ഫൈബ്രോ അഡിനോമ പറഞ്ഞ് തന്നെ പോകുന്ന ഒരു സാധനമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കണ്ടുപിടിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ 20 വയസ്സുള്ളൂ. അപ്പൊ ഞാൻ ഡോക്ടർ പറയണായിട്ടപ്പോൾ ഞാൻ വെച്ചാൽ തന്നെ പോകുന്നൊരു പോലെ ആയിരിക്കും എന്നാണ് കരുതിയത്. പിന്നെ ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. അവരുടെ വീട്ടിലാണ് കൊണ്ട് കാണിച്ചത്. പുള്ളിക്കാരത്തി നോക്കിയിട്ട് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇത് ഫൈബ്രോ അഡിനോമ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് അത് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ റിപ്പോർട്ടിൽ അങ്ങനെയാണെന്നല്ലോ പറഞ്ഞത്. അപ്പം അതായിരിക്കാണ് ചാൻസ്. പിന്നെ പേടി ഉണ്ടെങ്കിൽ നമുക്കിവിടെ സർജനെ കണ്ടിട്ട് ഇത് നമുക്ക് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു, എടുത്ത് മാറ്റാന്ന് പറഞ്ഞു. എന്നാൽ അപ്പൊ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. സർജറി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാ. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു കുഴപ്പമില്ലെന്നാ പറഞ്ഞ, പേടിയുണ്ടെങ്കിൽ നമുക്ക് സർജനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു പറഞ്ഞു. പിന്നെ 1 വർഷം കൂടെ മുന്നോട്ട് പോയി. അപ്പോഴത്തേക്ക് ഞാൻ സെക്കൻഡ് പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ഈ സെയിം ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചത്. ഈ ഗൈനക്കോ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. മേഡത്തിനെ കൊണ്ട് കാണിച്ച സമയത്ത് ഈ ഒരു 6-7 മാസം കഴിയുമ്പോൾ അവർ ചോദിക്കില്ല ബ്രസ്റ്റിൽ ലംബോ മുഴയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു മേഡം ഇതുപോലെ എന്റെ ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ട്, നേരത്തെ ഞാൻ മേഡത്തിനെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. മേഡം പിന്നെ നോക്കി പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, മൂവ് ചെയ്യുന്നതാണ്, ഫൈബ്രോ അഡിനോമ. ആ സ്കാൻ റിപ്പോർട്ട് അങ്ങോട്ട് ഞാൻ കാണിച്ചു തോന്നുന്നു ഫസ്റ്റ് ചെയ്ത്. അപ്പം പറഞ്ഞു വേറെ കുഴപ്പമില്ല, ഇത്ര വർഷമായില്ലേ ശരണ്യ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഇപ്പം ടെൻഷൻ അടിക്കണ്ട, ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല, ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മറന്നുപോയി, സത്യം മറന്നുപോയി. പ്രഗ്നൻസി കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിന് പാലെടുത്തു തുടങ്ങി. കഴിഞ്ഞ വർഷം ഒരു നവംബറിലാണ് പിന്നെ എനിക്ക് ഇതിന്റെ ഓർമ്മ വന്നത്. ആ സമയത്ത് ഞാൻ പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണ സമയത്ത് അത് അന്നത്തെ കടിച്ചിവിടെ വലിപ്പം വെച്ച പോലെ എനിക്ക് തോന്നി. വലിപ്പം വെച്ച പോലെ തോന്നിയില്ല, വലിപ്പം വെച്ചപ്പോ എനിക്ക് പിന്നെ ടെൻഷനായി. അപ്പൊ ഞാൻ ഈ ഫോണിൽ അത്രയും നോക്കാൻ തുടങ്ങിയപ്പം എല്ലാം ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കും, അതാണ് ഇതാണ് ഈ സിംറ്റമാണ് അങ്ങനെ സിംറ്റമാണ് എന്നൊക്കെ കുറെ ഇങ്ങനെ. അപ്പൊ എനിക്ക് പേടിയായി തുടങ്ങി, ദൈവമേ ഇനി ബ്രസ്റ്റ് ക്യാൻസർ ആണോ എന്നൊരു പേടി തുടങ്ങി. ഇത് ഫൈബ്രോ അഡിനോമ ആണെന്ന് നേരത്തെ പറഞ്ഞു, എന്നാലും അത് ഇത്രയും വർഷം ആകുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് മാറിക്കാണോ എന്നൊക്കെ ഒരു ടെൻഷൻ. വലിപ്പം വെച്ചല്ലോ, അപ്പം എനിക്കൊരു പേടിയായി തുടങ്ങി. അപ്പൊ ഞാന് കഴിഞ്ഞ നവംബറിൽ ഞാൻ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് പോയി. അപ്പൊ ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുക, കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് പോയ സമയത്ത് അവിടെ കോസ്മയിലെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു, സർജനെ കൊണ്ട് കാണിച്ച സമയത്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്തെ എന്നെ വഴക്ക് പറഞ്ഞു, ഇത്രയും നാൾ വെച്ചോണ്ടിരുന്ന എന്തിനാന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ ഒരു 5.5-6 വർഷം ആവാറായി. അപ്പൊ ഡോക്ടറിനെ വഴക്ക് പറഞ്ഞു, എന്തിനാ ഇത്ര നാൾ വെച്ചോണ്ടിരുന്നത്, കുഞ്ഞിന് ഫീഡിങ് കഴിഞ്ഞ സമയത്തിന് എടുത്ത് കളഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പം സ്കാൻ ചെയ്യാൻ സമയത്ത് സിസ്റ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്റെ കയ്യിൽ ഒരെണ്ണേ കിട്ടുന്നുള്ളൂ. പക്ഷെ സ്കാനിങ്ങിൽ 2 എണ്ണം കാണിച്ചു, 2 സിസ്റ്റ് ഉണ്ടെന്ന് കാണിച്ചു. അപ്പൊ സ്കാനിങ്ങിൽ എഴുതിയെന്ന് പറഞ്ഞാല് ഒരെണ്ണം കോംപ്ലിക്കേറ്റഡ് സിസ്റ്റ് എന്നാണ് എഴുതുന്നത്. അപ്പൊ വേണം പറഞ്ഞ് നമുക്ക് ആ സിസ്റ്റ് നമുക്ക് FNACക്ക് വിടാന്ന് പറഞ്ഞു. അപ്പം FNAC ചെയ്തു. FNAC ചെയ്യുമ്പോൾ തന്നെ ആ സിറിഞ്ചിൽ ഫുള്ളും പാലാണ് വന്നത്, വെള്ള കളർ പാലാണ് വന്നത്. അപ്പം എനിക്കൊരു ചെറിയ ടെൻഷനൊക്കെ മാറി. അപ്പൊ ഇതെടുത്ത ഡോക്ടറും പറഞ്ഞു കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പാലാ വന്നേന്ന് പറഞ്ഞു.
അങ്ങനെ FNS റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന സമയത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ പോയത്. അപ്പൊ കുഴപ്പമില്ല, പേടിക്കേണ്ടത് ഇല്ല എന്ന് പറഞ്ഞു. FNS വന്നത് ഗാലക്ടോസീൽ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് വന്നത്. ഗാലക്ടോസീലാണ് എന്ന് പറഞ്ഞു. അപ്പം മേഡം പറഞ്ഞു ചിലപ്പോൾ ഇത് കുഞ്ഞിനെ പാലടി നിർത്തി കഴിയുമ്പോൾ തന്നെ പൊക്കോളൂ, കുഴപ്പമില്ല, ഗാലക്ടോസീലൊക്കെ അങ്ങനെയാണ്, പാലടി നിർത്തി കഴിയുമ്പോൾ തന്നെ പോകാറാണ് പതിവ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ആശ്വാസമായി, അപ്പൊ തന്നെ പോവല്ലോ. അപ്പൊ കുറച്ച് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെട്ടാട് പള്ളിയിൽ പോയി മെഴുതിരിയൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് എനിക്ക് തിരിച്ചും ചെറിയ കല്ലുണ്ടായിരുന്നു. അതല്ല 2.5 വലിപ്പമുള്ള ഒരു കല്ലുണ്ടായിരുന്നു, 2.5 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു കല്ലുണ്ടായിരുന്നു. അപ്പൊ ഈ ടെൻഷൻ എല്ലാം കൂടെ ആണെന്ന് തോന്നുന്നത്. എനിക്ക് പെട്ടെന്ന് അതിൽ പെയിൻ വന്നു. ആ സമയത്ത് എനിക്ക് ഇത് സർജറി ചെയ്ത് എടുത്ത് കളയേണ്ടി വന്നു. അത് കുറച്ച് പഴുത്തു പോയി. അപ്പൊ പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സർജറി ചെയ്തു. അപ്പൊ ഈ കാര്യത്തിന് പോയിട്ട് ആ കാര്യം ചെയ്യേണ്ട അവസ്ഥയായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് 1 മാസം ഞാൻ അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്നത്. കുറ്റശ്ശേരി എടുത്ത് കളയുന്ന സമയത്ത് എന്റെ ഫീഡിങ് നിർത്താൻ പറഞ്ഞു. CT സ്കാനും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് മരുന്ന് കേട്ടിട്ടാണ് CT സ്കാൻ ചെയ്തത്. അപ്പൊ പറഞ്ഞ ഈ മരുന്നൊക്കെ കൊച്ചിന് ദോഷമാണ്, അപ്പൊ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് പീഡിയാട്രിഷ്യൻ വന്ന് കണ്ട് കുഞ്ഞ് ഓക്കെ ആണെന്നൊക്കെ കൺഫേം ചെയ്തിട്ട് അവർ ബ്രസ്റ്റ് ഫീഡ് നിർത്താൻ പറഞ്ഞു. ഞാൻ ബ്രസ്റ്റ് ഫീഡ് നിർത്തി. അന്ന് ബ്രസ്റ്റ് ഫീഡ് നിർത്തിയിട്ട് പിന്നെ കൊടുത്തിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പാല് എനിക്കൊന്ന് കുറ്റശ്ശേരി എടുത്ത് കളയുമ്പോൾ തന്നെ ഫീഡിങ് പാല് പൂർണ്ണമായിട്ട് വറ്റിയതുപോലെ ആയി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാന് കഴിഞ്ഞ മാസം ആദ്യം കൂട്ടി ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണ സമയത്ത് അത് നല്ല വലിപ്പം വെച്ചതുപോലെ എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് ടെൻഷൻ കയറി. അപ്പൊ ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത് തന്നെ. അപ്പൊ അവര് പറഞ്ഞത് ഗാലക്ടോസീലാണ്, ഇത് തന്നെ പോകുന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇത് തന്നെ പോയില്ല. പാലോട് നിർത്തി ഇത്രയും നാളായിട്ടും പോയില്ല. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ ടെൻഷൻ ആയി തുടങ്ങി. അതുപോലെ എന്റെ മനസ്സിൽ ഇങ്ങനെ ആരും എന്തെങ്കിലും പറയുമ്പോൾ ചെവിയിൽ ഇങ്ങനെ ആരെ പറയുമ്പോൾ ഇനി വെച്ചോണ്ടിരിക്കേണ്ട, എടുത്ത് കളഞ്ഞേരെ എന്നുള്ള എനിക്കെന്തോ ഒരു ടെൻഡൻസി, ഇത് വെച്ചോണ്ടിരിക്കേണ്ട എന്തോ ആപത്ത് വരുമ്പോൾ എനിക്കൊരു ഉൾഭയം വന്നു തുടങ്ങി. അപ്പൊ എനിക്കത് പിന്നെ ഒരു സമാധാനമില്ല. വെള്ളം കുടിക്കാൻ തോന്നില്ല, ആഹാരം കഴിക്കാൻ തോന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയായി. ഒരു ഫുള്ള് ഞാൻ അങ്ങ് ഒതുങ്ങിപ്പോയി വീട്ടില്. എന്റെ അനക്കമേ ഇല്ല വീട്ടിൽ. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വന്നു. അപ്പം ഹസ്ബൻഡിന്റെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായത് ഇനി ഇങ്ങനെ വെച്ചോണ്ടാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ നമുക്ക് എടുത്ത് കളയാം, നമുക്ക് അധികം വൈകിപ്പിക്കണ്ട, എന്താണ് സിസ്റ്റം ആണെങ്കിലും എന്താണ് നമുക്ക് എടുത്ത് കളയാം, നമുക്ക് ഡോക്ടറെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ആദ്യം ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. എന്റെ പ്രഗ്നൻസി സമയത്ത് കാണിച്ച ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ആ ഇൻഷുറൻസ് അവിടെ ക്യാഷ്ലെസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പിന്നെ അത് ഇവിടെ വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ട്രാട്ടത്ത് ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കാന്ന് വെച്ചപ്പോൾ ഞാൻ അന്ന് കാണിച്ച ഡോക്ടർ ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ വേറെ ഡോക്ടറാണ് അപ്പോയിന്റ്മെന്റ് എടുത്തത്. ആ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ കൊണ്ട് കാണിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഒരാഴ്ച ലീവ് എങ്ങാണ്ട് എടുത്തിട്ട് സർജറി ചെയ്യാൻ കണക്ക് തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഇനി എനിക്ക് ടെൻഷൻ അനുഭവിക്കാൻ വയ്യ, അത്രയ്ക്ക് ഞാൻ ടെൻഷൻ അനുഭവിച്ച് കഴിഞ്ഞു. എന്നാലും ഒരു വർഷം നമ്മൾ യൂട്യൂബിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇതിന്റെ വീഡിയോസ് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് കാണുന്നതോറും എനിക്ക് ടെൻഷനാണ്, ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആദ്യം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പോണതിന് മുമ്പേ ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തോളാന്ന് ഞാൻ നേർന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉടമ്പടി കംപ്ലീറ്റ് ആക്കി. പിന്നെ ഈ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് എന്തോ മനസ്സിൽ തോന്നി, ഞാൻ മാതാവിന്റെ രൂപത്തിന് മുന്നിൽ ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഒന്നും വരത്തില്ലേ, ഇത് എന്നെ കാത്തോണേ എന്ന് പറഞ്ഞു. അന്നേരം എന്റെ മനസ്സിൽ ഇങ്ങനെ ആരോ ഇങ്ങനെ പറയും പോലെ തോന്നി, വെച്ചോണ്ടിരിക്കുന്ന കൊണ്ട് കളഞ്ഞേരെ, പിന്നെ തിരിച്ചു വന്നിട്ട് കുളമ്പടി പുതുക്കിക്കോണമെന്ന് പറഞ്ഞു എന്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ അത് വാക്ക് കൊടുത്തിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്തോ എന്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അതായിരിക്കും എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചത് കൊണ്ട് ഇത് ഇനി വച്ചോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മാതാവായിരിക്കും എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചത്. അതാണ് എന്റെ വിശ്വാസം. അപ്പോ ഞാൻ ഇവിടുന്ന് മാതാവിന് വാക്ക് കൊടുത്തു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ട സമയത്ത് ഞാൻ ഈ സ്കാൻ റിപ്പോർട്ടും FNS റിസൾട്ട് കാണിച്ചപ്പോൾ മേഡം അതൊന്നും ആദ്യം നോക്കില്ല, ആദ്യം നമുക്ക് മുഴ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. മേഡം എപ്പോഴേക്കും പറഞ്ഞു എന്റെ ചോദിച്ചാൽ നേരത്തെ. അപ്പൊ എന്റെ അടുത്ത് മേഡം ചോദിച്ചു ഇത് കഴിഞ്ഞ സ്കാനിങ്ങിൽ എന്താ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ സിസ്റ്റം എന്താ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ മേഡത്തിന് എന്തൊരു കൺഫ്യൂഷൻ. അപ്പൊ പറഞ്ഞു നോക്കണം, റിപ്പോർട്ട് നോക്കണം. അപ്പോഴാണ് മേഡം റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കുന്നത്. സ്കാനിങ്ങിൽ സിസ്റ്റം എന്നും FNS റിപ്പോർട്ടിൽ ഗാലക്ടോസീൽ എന്നാണ് എഴുതിക്കുന്നത്. പക്ഷെ മേഡത്തിന് കണ്ടിട്ട് ഇത് രണ്ടും അല്ലെന്നാണ് മേഡം പറഞ്ഞത്. ഇത് രണ്ടും അല്ല, നമുക്ക് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനത് ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇനി ഇത് വെച്ചോണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ എനിക്ക് താല്പര്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് എടുത്ത് കളയണം, അതിന് ലീവ് ഒക്കെ എടുത്തിട്ടാണ് പുള്ളിക്കാരനും കൂടെ എന്നോട് വന്നേന്നൊക്കെ പറഞ്ഞു. അപ്പൊ മേഡം നമുക്ക് എടുത്ത് കളയാം, കുഴപ്പമില്ല സ്കാൻ ചെയ്തിട്ട് നീ വാന്ന് പറഞ്ഞു. ഞാൻ 5 മണി വരെ ഉള്ളൂ, അതിന് മുന്നേ റിപ്പോർട്ടും കൊണ്ട് വരണം എന്ന് പറഞ്ഞു. 2 മണിക്ക് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. മേഡത്തിനെ കണ്ടിറങ്ങിയപ്പോൾ തന്നെ 2:30 മണിയായി. അപ്പൊ ഞങ്ങള് അവിടെ നോക്കിയപ്പോൾ 3 മണിക്ക് ഡോക്ടർ എടുത്തുള്ളൂ. പിന്നെ ലേറ്റ് ആവും, വേറെ ആൾക്കാരൊക്കെ കൊണ്ട് സ്കാൻ ചെയ്യാം. അപ്പൊ ഞാൻ പുറത്തിറങ്ങി DDRC ചെയ്തു. DDRC ചെയ്തപ്പോ അത്ര നാൾ സിസ്റ്റ് ഫൈബ്രോയിഡിനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അത് ബൈറാസ് 3 എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് കിട്ടിയത് കയ്യില്. അപ്പൊ നമ്മളിത് എപ്പോഴും ഈ ഇടയ്ക്ക് ഈ വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് അറിയാലോ ഓരോ എന്താണ് ഏതാണെന്നൊക്കെ അറിയാലോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് എന്തോ ഓരോ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്,
ബൈറസ് എന്ന് പറഞ്ഞാൽ 100-ൽ 2% പേർക്ക് ഇത് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. അപ്പൊ ഡോക്ടർ സ്കാൻ ചെയ്ത ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്, അനങ്ങണ ഒരു മുഴയാണ്, എന്നാലും ഫോളോ അപ്പ് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു 6 മാസം കഴിഞ്ഞിട്ട്. അപ്പം ഞാനിത് റിസൾട്ട് കൊണ്ട് ഡോക്ടറെ അടുത്ത് വന്നു. ഞാൻ ഇത് തന്നെയാണ് മേഡം ചോദിക്കണം, മേഡം ഇത് ക്യാൻസർ ആവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? മേഡം പറഞ്ഞു, അപ്പൊ മേഡം പറഞ്ഞു കുഴപ്പമില്ല, ഒരു എനിക്കൊന്ന് ഫാമിലി, ഡോക്ടറിന്റെ ഫാമിലിയൊക്കെ ഈ ക്യാൻസർ ഒക്കെ പാരമ്പര്യമായിട്ട് ഉള്ളവർക്ക് ഇത് ചിലവർക്ക് പോസിറ്റീവ് ആവാറുണ്ട്, അല്ലാത്തവർക്ക് ഇത് 100-ൽ 2% ഉള്ളൂ ചാൻസ്, പേടിക്കേണ്ട, കുഴപ്പമില്ലാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇതുവരെ ഇങ്ങനത്തെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. സ്കാനിൽ 2 മുഴ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. പിന്നെ ചൊവ്വാഴ്ചക്ക് സർജറിക്ക് മാഡം എഴുതി തന്നു. നമുക്ക് അത് തന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു, ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അന്ന് തന്നെ മാഡത്തിനെ കാണാൻ പോയ സമയത്തിന് ബ്ലഡ് ടെസ്റ്റും ഒക്കെ എഴുതി തന്നു, അത് ചെയ്തു. പിന്നെ അനസ്തീഷ്യ ഡോക്ടറെ കണ്ടു. അങ്ങനെ ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വൈറസ് സി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അത് പിന്നെ പോസിറ്റീവ് ആയിട്ടൊക്കെ വരുന്ന ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നെക്കാട്ടി ടെൻഷൻ ഹസ്ബൻഡായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോണവരെയും പോയ ശേഷമൊക്കെ പ്രാർത്ഥനയായിരുന്നു. ഞാൻ എന്റെ കൃപാസന മാതാവിനെ തന്നെയാണ് ഞാൻ മുറുക്കെ പിടിച്ചത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രത്തോളം ടെൻഷൻ അനുഭവിച്ച ഒരു നിമിഷം വേറെ ഇല്ല. തിങ്കളാഴ്ച വൈകിട്ട് അഡ്മിറ്റായി രാവിലെ, പിറ്റേന്ന് രാവിലെ തന്നെ എന്റെ കേസായിരുന്നു തോന്നും ആദ്യം ഫസ്റ്റ്. അപ്പൊ എന്നെ കൊണ്ടുപോയി രാവിലെ 2:30 മണിയൊക്കെ കഴിഞ്ഞപ്പോ എന്നെ കൊണ്ടുപോയി പിന്നെ സർജറി കഴിഞ്ഞു, ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അവർക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല, ബയോപ്സിയുടെ റിസൾട്ട് അറിഞ്ഞാലല്ലോ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പം റിസൾട്ട് വരുന്നത് 10 ദിവസം വരെ പിടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പറയാണ്ടല്ലോ, ഭയങ്കര ടെൻഷനായിരുന്നു. 10 ദിവസം എങ്ങനെ തള്ളി ഒന്തി വിടും എന്നുള്ള ഒരു ചിന്തയായി. പിന്നെ വീട്ടുകാരുടെ പെയിൻ ഉണ്ടായിരുന്നു, എനിക്ക് മുറിവ് ഒട്ടിപ്പായിരുന്നു. 2 ദിവസത്തേക്ക് നനയ്ക്കണ്ടെന്ന് പറഞ്ഞു. ബുധനാഴ്ച ഡിസ്ചാർജ് ആയി. വെള്ളിയാഴ്ച തന്നെ ഡ്രസ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. ഡ്രസ് ചെയ്യാൻ പോയ സമയത്ത് അതിന് മുന്നേ ഞാൻ ഡിസ്ചാർജ് ആവുന്നതിന് അന്ന് വൈകിട്ട് മേഡം എന്നെ റൗണ്ട്സ് വന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, മേഡം അത് കണ്ടിട്ട് അങ്ങ്, അപ്പൊ അവർക്ക് അറിയാലോ, ഒരു വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ. അപ്പൊ അവര് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ചെറിയ തെന്നിമാറുന്ന മുഴയാണ്. പിന്നെ എടുക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞാൽ ഒരു മുഴയോട് ഒരു മുഴ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന പോലെയായിരുന്നു, ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന പോലെയായിരുന്നു. അതായിരിക്കും 2 മുഴയായിട്ട് കാണിച്ചത്, അതാണ് കിട്ടിയത്. വേറെ മുഴകളൊന്നും ഞങ്ങൾ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ തൊട്ടേ എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് മനസ്സിൽ ഇങ്ങനെ പറയാനുണ്ട്, ഇന്ന് ബയോപ്സി റിസൾട്ട് വരും, റിസൾട്ടും അവിടെ ഉണ്ടായിരിക്കും എന്ന് ആരും എന്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് പറയുക. അതിന്റെ ടെൻഷൻ മൊത്തം രാവിലെ ഞാൻ കുറെ അനുഭവിച്ചു. അയ്യോ ഇനി എന്ത് കിട്ടും, എന്തായിരിക്കും എന്നുള്ള ടെൻഷൻ, ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. വൈകിട്ട് ഞങ്ങൾ 2:30-3 മണിയായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഡ്രസ്സിങ്ങിന് പോയ സമയത്ത് ഡോക്ടറെ കണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരാള് കുറെ പേപ്പറും കൊണ്ട് അവിടെ ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയി ജസ്റ്റ് എത്തി നോക്കിയപ്പോ ഫസ്റ്റ് എന്റെ പേരാണ് ഞാൻ കണ്ടത്. ആ റിപ്പോർട്ടിൽ ഫസ്റ്റ് പേര് എന്റേതായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ബയോപ്സി റിസൾട്ട് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇച്ചാനോട് പറഞ്ഞു, ഇച്ചാൻ ബയോപ്സി റിസൾട്ട് വന്നു തോന്നുന്നത് ഇയാളുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചാൻ നമ്മൾ പേടിക്കണ്ട, ഒന്നും കാണത്തില്ല, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അകത്ത് കയറി. അപ്പൊ റിസൾട്ട് അവിടെ നിൽക്കുന്ന വേറൊരു പുള്ളിക്കാരത്തില്ല കൊടുത്തത്. അപ്പം ഡോക്ടർ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പൊ മേഡം ഇത് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു. ഡ്രസ്സിംഗ് ചെയ്തിട്ട് മേശപ്പുറത്ത് വന്നിരുന്നപ്പോഴാണ് കൊണ്ടുവന്ന പേപ്പർ കൊടുക്കുന്നത്, ബയോപ്സിയുടെ റിസൾട്ട് കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ മേഡം നോക്കിയിട്ട് കുഴപ്പമില്ല, ഇതിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ക്യാൻസറിന്റെ ഒന്നുമില്ല, കാണാനൊന്നുമില്ല, ഇത് സാധാ ഫൈബ്രോഡിനോമ എന്ന് പറയുന്ന ഒരു മുഴയാണ്, പേടിക്കാൻ ഒന്നുമില്ലാന്ന് പറഞ്ഞു. അയ്യോ ആ സമയത്തുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് വെട്ടുകാട് പള്ളിയിൽ. അവിടെ പോയി മെഴുകുതിരി കത്തിച്ച് ഒരു നന്ദിയൊക്കെ പറഞ്ഞു. ഭയങ്കര ആശ്വാസമായിരുന്നു അറിയാൻ മനസ്സില്. അയ്യോ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. പിറ്റേന്ന് വീട്ടിൽ വന്നു. ശനിയാഴ്ച ഞങ്ങൾ തിരിച്ചു വന്നു. എന്റെ പപ്പയും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അവരെ കൊണ്ടാ തിരിച്ച് ഞങ്ങൾ വന്നേ. വന്നിട്ട് ഞാനിപ്പോ ഉടമ്പടി പുതുക്കി എടുത്തു. അതിനെ പോയി കണ്ടു. മാതാവിന്റെ സന്നിധിയിൽ പോയി ഞാൻ ഉടമ്പടിയൊക്കെ പുതുക്കി ഇപ്പൊ അങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാല്, ഞാനത് 7 വർഷത്തോളം ഈ മുഴ കൊണ്ട് നടന്നു. അത് ഒരിക്കലും ഡോക്ടർമാരും പറയുന്നതാണ്, ഒരു നമ്മുടെ ബ്രസ്റ്റിലും, പ്രത്യേകിച്ച് നമ്മുടെ ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് മുഴ ആയിക്കോട്ടെ, സിസ്റ്റോ ഫൈബ്രോഡിനോമയോ അതിന്റെ വലിപ്പം ചെറുതാണോ വലുതാണോ എന്തായിക്കോട്ടെ, അത് എടുത്ത് കളഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമൊക്കെ വെച്ചോണ്ടിരിക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറാം. നോൺ ക്യാൻസറസ് എന്നൊക്കെ പറഞ്ഞാല് പിന്നെ അത് വർഷങ്ങൾ ഇരിക്കുമ്പോഴും അതിൽ വേറെ വേറെ ചേഞ്ചസ് വരാം. അപ്പോ ഞാനിത് ഈ വീഡിയോ ചെയ്യാൻ കാരണം അത് തന്നെയാണ്. ആരെങ്കിലും ഇങ്ങനെ പേടിച്ച് എന്നെ പോലെ സർജറി ചെയ്യാനൊക്കെ പേടിച്ചൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഇത്രയും വർഷമൊന്നും ഇങ്ങനെ വച്ചോണ്ടിരിക്കരുത്. ഒരു കണ്ടു കഴിഞ്ഞാൽ ഉടനെ FNAC ഒക്കെ ചെയ്ത് നോക്കി ഫൈബ്രോഡിനോമ സിസ്റ്ററെ കണ്ടാലും അത് എടുത്ത് കളയണം കേട്ടോ. വച്ചോണ്ടിരിക്കരുത്. വച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ആദ്യം എനിക്ക് ഫൈബ്രോഡിനോമ ആയിരുന്നു, യാതൊരു കുഴപ്പമില്ലാത്ത ഫൈബ്രോഡിനോമ ആയിരുന്നു. പിന്നെ സിസ്റ്റ് ആയിട്ട് മാറി. പിന്നെ അത് ബൈറസ് 3 എന്നുള്ള ഇതിൽ ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്.
അപ്പൊ ഞാൻ നല്ല വെയിറ്റ് ചെയ്തെടുത്ത് കളഞ്ഞതേ ഉള്ളൂ. കളഞ്ഞത് നന്നായി. ഇനിയും വെച്ചോണ്ടിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പം എന്തായാലും കുഞ്ഞിന് ഫീഡിങ് ഒന്നുമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എന്തെങ്കിലും ബ്രസ്റ്റില് മുഴയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേടിച്ച് വെച്ചോണ്ടിരിക്കരുത്. അനങ്ങുന്നതാണ്, കുഴപ്പമില്ലാത്ത മുഴയാണ് എന്നൊക്കെ വിചാരിച്ച് വെച്ചോണ്ടിരിക്കരുത്. എടുത്ത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ചെറിയ സർജറിയാ, പേടിക്കാനൊന്നുമില്ല. ഒരു 2 ആഴ്ചത്തെ ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് പറയാനായിട്ടാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഡ്രസ് ചെയ്തത്. അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.